മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റണം സിത്താരെ. അല്ലെങ്കിൽ തന്നെ നവീനും ഇവളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ട കാര്യം എന്താ? നവീൻ താലി കെട്ടിയത് ഇവളെ കഴുത്തിലാണോ? എന്തുപറ്റി മാം? നവീന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എവിടെ? പുറത്തെത്തിയതേ ഉള്ളൂ. ഈ വരവിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ സിനി. ഒരു കാര്യം ചെയ്, ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാം. നന്ദൻ സർ വരൂ, ഇരിക്കൂ. സിത്താരെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നവീന്റെയും ഗാഥയുടെയും കാര്യ. എന്താണ്? സിത്താരയോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഗാഥമോളോടാ സംസാരിക്കാനുള്ളത്. വേണ്ട. അതെന്താ സിത്താര വേണ്ടെന്ന് പറയാൻ കാരണം? അവര് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ചെറിയ എന്തോ പ്രോബ്ലമാണ്. അത് നമുക്കെല്ലാവർക്കും കൂടെ പറഞ്ഞ് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അവർക്കിടയിലെ പ്രോബ്ലം പറഞ്ഞു പരിഹരിക്കേണ്ടത് നമ്മളല്ലല്ലോ, അവര് തന്നെയല്ലേ. അതാ ഗാഥയെ കാണണമെന്ന് ഞാൻ പറഞ്ഞേ. ഗാഥയെ ഇപ്പൊ കാണണ്ട. അതെന്താ സിത്താരെ, എന്റെ മരുമോളെ കാണാൻ എനിക്ക് അവകാശമില്ലേ, അധികാരമില്ലേ? അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എന്റെ മുമ്പിലേക്ക് ഗാഥയെ വിളിക്കാൻ സിത്താരയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനുമായിട്ട് സംസാരിക്കുന്ന കുറച്ചു നേരം പോലും ഗാഥ മാന്യമായിട്ട് പെരുമാറില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഗാഥ മോളോട് സംസാരിച്ചേ പറ്റൂ. അതിനൊരു മാറ്റമില്ല. സിനി, പോയി നന്ദൻ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടോ. കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ സാർ? വേണ്ട സിത്താരെ, മോള് വരട്ടെ. എന്താ തിടുക്കം വേണ്ട, മോളിരിക്കെ. അച്ഛൻ പറയാം. അച്ഛൻ മോളെ കാണാനാ വന്നത്. നവീനും മോളും തമ്മിൽ എന്താ യഥാർത്ഥ ഇഷ്യൂ? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ചിലപ്പോ ചില പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അത് എല്ലാവരോടും പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവന്റെ അച്ഛനാ, വെറും വഴിപോക്കനല്ല. വഴിപോക്കനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. നവീനും എനിക്കും ഇടയിലുള്ളത് മറ്റുള്ളവർ അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തൊരു പ്രോബ്ലമാണ്. അതെങ്ങനെയാ മോളെ ശരിയാവുന്നേ? നവീൻ നിന്നെ വിവാഹം കഴിച്ച് ശൂന്യാകാശത്തിലേക്കല്ലല്ലോ കൊണ്ടുപോയത്, കളരിക്കലേക്കല്ലേ? മോളെന്തെങ്കിലും പറയുന്നത് കേട്ട് അതേ രീതിയിൽ മറുപടി പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന എന്തിനാ? അവള് കുഞ്ഞല്ലേ. വിവാഹിതയായ ഒരു പെൺകുട്ടിയോടാ ഞാൻ സംസാരിക്കുന്നത്, അത്രയ്ക്ക് കുഞ്ഞല്ലല്ലോ. അച്ഛന്റെ പ്രശ്നം എന്താ? എന്റെ മകന്റെ ജീവിതം വല്ലാത്ത അവസ്ഥയിലാ. അതിന്റെ കാരണം ഈ വിവാഹവും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമാണ്. അതെന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. ഞാൻ അങ്ങോട്ട് തിരിച്ചു വരണമെങ്കിലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല. മോള് പറയുന്നതെല്ലാം അനുസരിക്കാനുള്ള ബാധ്യത എന്റെ കുടുംബത്തിനില്ല. കാലം മാറി, സിസ്റ്റവും മാറി, എന്നിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തെത്ര ബുദ്ധിമുട്ട്. മോളെ, മമ്മി ഒന്നും മിണ്ടാതിരുന്നേ. ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നാല് അവിടെയുള്ളവരെല്ലാം പറയുന്നത് അവൾ അനുസരിക്കണം. അവള് പറയുന്നത് അനുസരിക്കാൻ ആർക്കും പറ്റില്ല. അന്തസ്സുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പറ്റും, പക്ഷെ അന്തസ്സില്ലാത്ത കാര്യമാണെങ്കിൽ ബുദ്ധിമുട്ടാ. ഹാ, കളരിക്കൽ തറവാട്ടിൽ കുറച്ച് രീതികളുണ്ട്, അത് ഞാൻ മാറ്റിത്തരാം. കളരിക്കലെ രീതികൾ മാറ്റാൻ നീ ആരാ മോളെ? മോളെ, അച്ഛനോട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നവീനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അയാളുടെ അടുത്ത് പറഞ്ഞു തീർക്കണം. ഛേ, നവീനോടാണ് ദേഷ്യം മമ്മിയോട് ആരാ പറഞ്ഞത്? എന്റെ കൺമുന്നിൽ നിന്ന് ഒരാള് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാ എനിക്ക് അയാളോട് തന്നെയാ ദേഷ്യം. അച്ഛൻ ചെന്ന് പറ, നിർമ്മല, കീർത്തി, ഉദയൻ
എന്നീ 3 പേരെ കളരിക്കലിൽ നിന്ന് പുറത്താക്കാൻ. അത് കഴിഞ്ഞിട്ടല്ലാതെ ഗാഥ അവിടെ കാല് കുത്തില്ല. ഇത്രക്ക് അഹങ്കാരിയെ ഒരുത്തി നവീന്റെ ഭാര്യയായിട്ട് വേണ്ടെങ്കിലോ? എന്താ ഈ പറയുന്നേ? മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റണം സിത്താരെ. അല്ലെങ്കിൽ തന്നെ നവീനും ഇവളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ട കാര്യം എന്താ? നവീൻ താലി കെട്ടിയത് ഇവളെ കഴുത്തിലാണോ? വിവാഹ മണ്ഡപത്തിൽ വെച്ച് നവീൻ താലി കെട്ടിയതും കൈപിടിച്ച് കളരിക്കയിലേക്ക് കൊണ്ടുവന്ന് കയറ്റിയതും കൃഷ്ണയല്ലേ? സിത്താരെ, നവീനും ഗാഥയും തമ്മിലുള്ള ബന്ധം മാന്യമായിട്ട് അവസാനിപ്പിക്കാനാണ് കളരിക്കലുള്ളവർക്ക് താല്പര്യം. സിത്താര കൂടി അതിനനുകൂലമായ നിലപാടെടുത്താൽ നമുക്ക് മാന്യമായി പിരിയാം. അല്ലെങ്കിൽ കാലം നിശ്ചയിക്കട്ടെ. മോളെ, എന്തേ കാണിക്കുന്ന ഗാഥ മാഡം? നിർത്ത് മോളെ. മാഡം, മാഡം പറയുന്ന കേൾക്ക്. മാഡം നെല്ലടി പറഞ്ഞേ. ഗാഥ നിർത്താൻ. നവീൻ എന്റെ കഴുത്തിലല്ല, ആ കൃഷ്ണയുടെ കഴുത്തിലാണ് താലി കെട്ടിയെന്നുള്ള സത്യം നവീന്റെ അച്ഛൻ എങ്ങനെയാ അറിഞ്ഞേ? മമ്മിയല്ലേ അവരോട് പറഞ്ഞു കൊടുത്തത്? മമ്മിയല്ലേ എന്നെ ചതിച്ചേ? അല്ല മോളെ, ഞാനല്ല പറഞ്ഞത്. പിന്നെ ആരാ? അവളോ? കൃഷ്ണയാണോ പറഞ്ഞത്? അവളും പറഞ്ഞിട്ടില്ല. അത് വേറെ ഏതോ വിധത്തിൽ അവരറിഞ്ഞതാണ്. വേണ്ട, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ശ്രമിക്കണ്ട. എന്നെക്കാൾ കൂടുതൽ സ്നേഹം ആ കൃഷ്ണയോട് മമ്മിക്ക് തോന്നി തുടങ്ങിയപ്പോ മമ്മി തന്നെ അവരോടത് പറഞ്ഞു കൊടുത്തു. ആ നിമിഷം മുതൽ ആ കുടുംബക്കാർക്ക് എന്നെ ഇഷ്ടമല്ലാണ്ടായി. അവർക്ക് എന്നോട് ശത്രുതയായി. ഈ ലോകത്തിൽ ഏറ്റവും വലുത് ഞാനാണെന്ന് കൂടെ കൂടെ എന്നോട് പറഞ്ഞിട്ട് അവസാനം എന്റെ ജീവിതം ഇല്ലാണ്ടാക്കി തന്നല്ലോ മമ്മി. മോളെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നന്ദഗോപനും മുത്തശ്ശിയും ഈ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാനത് നിന്നെ അറിയിക്കാതിരുന്നത് നീ വിഷമിക്കുമെന്ന് കരുതിയിട്ടാ. ഈ സത്യം നവീൻ അറിയാമോ? അതെങ്കിലും എന്നോടൊന്ന് തുറന്ന് പറയേ. നോ, അറിയില്ല. നവീൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഒന്നും. മമ്മി എത്ര സിമ്പിൾ ആയിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നേ. എന്റെ ജീവിതം നഷ്ടപ്പെടുന്നതില് ഇപ്പൊ മമ്മിക്ക് സങ്കടമൊന്നുമില്ലേ? അതെങ്ങനെയാ മമ്മി എന്നെ ഒഴിവാക്കി അവളെ നവീന്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാൻ തോന്നുന്നത്?